കോട്ടയം ഏറ്റുമാനൂരിലെ എഞ്ചിനീയറിംഗ് കോളേജ് കള്ളുഷാപ്പും ബാറുമോ? ഏറ്റുമാനൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിലെ ദൃശ്യങ്ങൾ കർമാന്യൂസ് പുറത്തുവിടുകയാണ്. ഒരു കലാലയത്തിൽ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ വിദ്യാർത്ഥികൾ കലാലയത്തിലേക്ക് പോകുമ്പോൾ, അവരെ പറഞ്ഞയക്കുമ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്കും താവളങ്ങളിലേക്കുമാണ് പോകുന്നു എന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലുണ്ടാക്കും. ഇതൊരു കോളേജിന്റെ ഉൾവശമാണ്. എങ്ങനെയൊക്കെ ഒരു കലാലയമാകാൻ പാടില്ല എന്ന് നാം ധരിക്കുന്നുവോ ആ ധാരണകളൊക്കെ തിരുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റുമാനൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കർമാന്യൂസ് പുറത്തുവിടുന്ന ഈ ദൃശ്യങ്ങൾ. എടുത്തു പറയേണ്ടത്, കോട്ടയത്തെ ഒരു അതിപ്രശസ്തമായ മാധ്യമ സ്ഥാപനമാണ് ഈ കോളേജിന്റെ ഉടമസ്ഥർ. മലയാളികളുടെ അക്ഷരമുത്തശ്ശിമാരുടെ കോളേജിൽ തന്നെ ഇതൊക്കെ നടമാടുമ്പോൾ ഇവർക്കൊക്കെ ഈ നാടിനോടും സമൂഹത്തോടുമൊക്കെ എന്ത് പ്രതിബദ്ധതയാണുള്ളത്? കോളേജിനുള്ളിലെ ഈ ബാറും കള്ളുഷാപ്പും പോലുള്ള ഈ ദൃശ്യങ്ങളൊക്കെ ആരെയും ഏതൊരു രക്ഷിതാവിനെയും ഞെടുക്കുന്നതാണ്. സിദ്ധാർത്ഥന്മാർ നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകാതിരിക്കാൻ, മയക്കുമരുന്നിന്റെ പിടിയിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ വലിയ മൈതാന പ്രസംഗങ്ങൾ നടത്തുന്ന അച്ചടി പത്രത്തിന്റെ ഉടമസ്ഥതയിലെ കോളേജിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി ഒന്ന് നോക്കാം. കോളേജിലെ ട്യൂട്ടോറിയൽ റൂം 1 PG സെക്കൻഡ് വിഭാഗമാണ്. റൂം 1 ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ എത്തിച്ചേരുന്ന കാര്യങ്ങൾ വീഡിയോയിൽ കൃത്യമായി കാണാം. റൂമിനുള്ളിലെ അലമാര തുറക്കുമ്പോൾ ലഹരി തുളുമ്പിയ കുപ്പികളാണ് കാണുന്നത്. ഇതൊക്കെ കേരളത്തിലെ ഒരു കലാലയത്തിലാണ് എന്നത് ഓർക്കണം. നമ്മുടെ ഗവർണർ ഈ ദൃശ്യങ്ങൾ കാണണം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാണണം. വരും തലമുറയെ വാർത്തെടുക്കുന്ന കലാലയങ്ങൾ ഇത്തരം ലഹരികളിലേക്ക് വീഴുമ്പോൾ ഈ നാടും തലമുറയും എങ്ങനെ സുരക്ഷിതമാകും? കലാലയങ്ങളിൽ മയക്കുമരുന്ന് എത്താറുണ്ട് എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ കോളേജിനുള്ളിൽ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക, അതും വൻതോതിൽ എന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. മാത്രമല്ല, മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിൽ കോട്ടയത്ത് ഏറ്റുമാനൂരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. കൃത്യമായി ഫീസ് വാങ്ങുന്നതല്ലാതെ പഠന സൗകര്യങ്ങളൊന്നും കോളേജിൽ ഇല്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുടെയും പരാതി. ഫീസ് കൂടാതെ ഓരോ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി സെമസ്റ്ററുകൾ തോറും വിദ്യാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നു. ഇതിന് രേഖ ഉണ്ടാകാതിരിക്കാൻ പണം ബാങ്ക് അക്കൗണ്ട് വഴിയോ ഓൺലൈനായോ അടയ്ക്കാൻ സമ്മതിക്കാതെ കോളേജിൽ നേരിട്ട് അടയ്ക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ നിഷ്കർഷ. കോളേജ് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും അധ്യാപകർക്കും ഒന്നും വേണ്ടത്ര യോഗ്യത ഇല്ല എന്നുള്ളതാണ് കുട്ടികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്ന മറ്റൊരു പരാതി. കോളേജിലെ അച്ചടക്ക ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ പരാതി രക്ഷിതാക്കൾ പ്രിൻസിപ്പലിന് നൽകിയിട്ടും നടപടിയൊന്നും പ്രിൻസിപ്പൽ സ്വീകരിച്ചിട്ടില്ല. അധ്യാപകരുടെ സ്റ്റാഫ് റൂമിൽ നിന്നും നിരവധി തവണ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നതായും മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്നായിരുന്നു ഇവർക്ക് കിട്ടിയ മറുപടിയെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റൻ ഡിപ്പോസിറ്റ് മടക്കി നൽകാറില്ലെന്നും ചോദ്യം ചെയ്താൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നതായി വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു. കോളേജിലെ മോശമായ പഠന നിലവാരം, അച്ചടക്ക ലംഘനം ഇവയൊക്കെ ചോദിക്കാൻ ചെന്നവരെ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അതായത് പത്രത്തിന്റെ സ്വാധീനത്തിൽ ഇതൊന്നും പുറത്തു വരുന്നില്ല. ഈ കോളേജ് ഉൾപ്പെടെ നിലവാരമില്ലാത്ത പല എഞ്ചിനീയറിംഗ് കോളേജുകളും ഓട്ടോണമസ് പദവിക്ക് വേണ്ടി ശ്രമിക്കുന്നുവെന്നാണ് സൂചനകൾ. ഓട്ടോണമസ് പദവി ലഭിച്ചാൽ പ്രവേശനത്തിനും ഫീസിലുമടക്കം യൂണിവേഴ്സിറ്റി നിയന്ത്രണങ്ങളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്നതാണ് നേട്ടം. മിക്ക കോളേജുകൾക്കും ABC കാറ്റഗറിയിലായി നാക് അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കും. A കാറ്റഗറിയിൽ നാക് അക്രഡിറ്റേഷൻ സ്കോർ 3.25 മുകളിലുണ്ടെങ്കിലേ ഓട്ടോണമസ് പദവിക്ക് അർഹതയുള്ളൂ. കൺസൾട്ടേഷൻ വെക്കാതെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓട്ടോണമസ് പദവി നേടിയെടുക്കാനും ചില കോളേജുകൾ വളഞ്ഞ വഴി നോക്കുന്നു. എന്നിരുന്നാലും പരമാവധി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓട്ടോണമസ് പദവിയും ലഭിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.